ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട പാചകവാതകത്തിൻ്റെ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിക്കുകയും എണ്ണ കമ്പനികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ സംസ്ഥാനത്ത് തീരുമാനിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അലോട്ട്മെൻറ്റിൽ നോൺ ഡൊമസ്റ്റിക് സിലിണ്ടറുകളുടെ കാര്യത്തിൽ 20% ഇപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ 20% ക്രമീകരിച്ച് കൊടുക്കാൻ മുൻഗണനാ വിഭാഗങ്ങളെ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടിയിലേക്ക് സിവിൽ സപ്ലൈസ് വകുപ്പും കളക്ടറേറ്റും കൂടിയാലോചിച്ചാണത് തയ്യാറാക്കി കമ്പനികളെ ഏൽപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വാർ റൂം എന്ന നിലയിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണർ അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ടത്, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് കമ്പനികൾ, പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒരുപോലെ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് IOC ഡൊമസ്റ്റിക് 18 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് നിലവിൽ അവരുടെ കയ്യിലുണ്ടെന്നാണ്. അത് ഓരോ ദിവസവും ഫില്ല് ചെയ്ത് വരുന്നതനുസരിച്ച് കുറവില്ലാതെ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ടോട്ടൽ 14,536 MD മെട്രിക് ടണ്ണിൻ്റെ സ്റ്റോക്ക് കൈവശമുണ്ട് എന്നാണ് ഈ കമ്പനികൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഓരോ ദിവസത്തെയും സ്റ്റോക്കിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിനെയും കളക്ടറിനെയും അറിയിക്കാനൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് സിസ്റ്റത്തിൽ നമുക്ക് കൃത്യമായി അതിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ കഴിയും. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഒരു പാനിക് സിറ്റുവേഷൻ വന്നപ്പോൾ ബുക്കിങ്ങിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടാണ് സെർവറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നത്. അതെല്ലാം പരിഹരിച്ചു എന്നാണ് IOC ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇന്നു മുതൽ ബുക്കിങ്ങിൻ്റെ തടസ്സങ്ങൾ ഒഴിവായി വരുന്നുവെന്നുള്ളതാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറിൻ്റെ ലഭ്യതയെ സംബന്ധിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് കണക്കുകൾ നമ്മുടെ മുന്നിൽ പറയുന്നത്. എന്നാൽ നോൺ ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായ ഹോട്ടലുകൾ അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റുള്ള നിർദ്ദേശമനുസരിച്ച് മുൻഗണനാ വിഭാഗത്തെ നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ അനാഥാലയങ്ങളടക്കം ആശുപത്രികൾ, സ്കൂളുകൾ, അതുപോലെ ജനകീയ ഹോട്ടലുകൾ, നമ്മുടെ നാട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുള്ള ശ്മശാനങ്ങളടക്കം അത്തരത്തിലുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ നിരവധി ഹോട്ടലുകൾ അവരെ ഉൾപ്പെടുത്താനുള്ള കടുത്ത സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കഴിയണമെങ്കിൽ നോൺ ഡൊമസ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റി അലോട്ട്മെൻറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് സത്യം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ. അതെ, BPC പറഞ്ഞിരിക്കുന്നത് 7,714 മെട്രിക് ടൺ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ്. അവർ പറയുന്നതനുസരിച്ച് 10.2 അത് ഓരോ ദിവസവും 8 ഡൊമസ്റ്റിക് 8 നോൺ ഡൊമസ്റ്റിക് 4.4 അവർ പറയുന്നത്. HPയുടെ കണക്ക് 1,393 മെട്രിക് ടണ്ണാണ്. അവർ പറയുന്നത് 9 ദിവസം ഡൊമസ്റ്റിക്കും 3 ദിവസം നോൺ ഡൊമസ്റ്റിക്കിൻ്റെയും സ്റ്റോക്കുണ്ട്. അത് വരുന്ന ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതനുസരിച്ച് അത് ഫില്ല് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ്. ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ച് ആശങ്കപ്പെടാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നോൺ ഡൊമസ്റ്റിക്കിനെ സംബന്ധിച്ച് അധികം അലോട്ട്മെൻറ്റോ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളോ ഒഴിവാക്കുകയോ കൂടുതൽ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ.